ഹായ് കിഡോസ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. വളരെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു യാചകൻ ജീവിച്ചിരുന്നു, ബെഗ്ഗർ കേട്ടോ. ഈ ബെഗ്ഗർ എല്ലാ ദിവസവും അവിടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അവരവരുടെ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭിക്ഷക്കാരൻ പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഭിക്ഷ യാചിക്കും. ഒരു ദിവസം ഇങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട്, നന്നായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച ഒരു ബിസിനസ്സുകാരൻ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ആ ഭിക്ഷക്കാരനെ ശ്രദ്ധിച്ചു. അയാൾക്ക് വളരെ സന്തോഷമായി. അയാളുടെ സൂട്ടും കോട്ടും ആത്മവിശ്വാസവും കയ്യിലൊരു സൂട്ട് കേസും ഒക്കെ പിടിച്ച് ഇങ്ങനെ നടന്നു വരുന്ന അയാൾ കണ്ടപ്പം യാചകൻ ചിന്തിച്ചു, ഈ മനുഷ്യൻ ശരിക്കും ഒരു റിച്ച് പേഴ്സൺ ആയിരിക്കും. ഞാൻ അവനോട് പണം ചോദിച്ചാൽ എനിക്ക് കുറേ പണം കിട്ടുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ച് അയാൾ വേഗം തന്നെ ആ പ്രതീക്ഷയോടെ അയാൾ എന്ത് ചെയ്തു, ആ ബിസിനസ്സുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. കൈ നീട്ടിയപ്പോൾ ബിസിനസ്സുകാരൻ ചോദിച്ചു, പിന്നെ അയാൾ പണം കൊടുത്തില്ല. പണം കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ചോദിച്ചു, നീ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാറുണ്ടോ? നീ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഭിക്ഷക്കാരൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അയാൾ വിചാരിച്ചു, ഇത്തരമൊരു ചോദ്യം മുമ്പ് അയാൾ കേട്ടിട്ടേയില്ല. ആശയക്കുഴപ്പത്തിലായ അയാൾ മറുപടി പറഞ്ഞു, സർ, ഞാനൊരു യാചകനാണ്. എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. ഞാൻ മറ്റുള്ളവരോട് ഭിക്ഷ യാചിച്ചാണ് ജീവിക്കുന്നത്. ബിസിനസ്സുകാരൻ ചെറുതായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനുള്ള അവകാശവുമില്ല. ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ പകരമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാനും കഴിയും. പക്ഷേ നിങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊന്നും തരാനും ഇല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ബിസിനസ്സുകാരൻ തൻ്റെ ട്രെയിനിൽ കയറിപ്പോയി. യാചകൻ സ്തബ്ധനായിട്ട് അവിടെ നിന്നു. അയാൾ ബിസിനസ്സുകാരൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ ഇത്രയും നാളായി യാചിക്കുന്നു, പക്ഷേ മുമ്പ് ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ആ ബിസിനസ്സുകാരൻ അത്ര പരുഷമായിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ അല്ല സംസാരിച്ചത്. പക്ഷെ അയാൾ സത്യമാണല്ലോ പറഞ്ഞത്. എനിക്കൊന്നും തിരിച്ചു കൊടുക്കാൻ മറ്റുള്ളവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവരെനിക്ക് എന്തെങ്കിലും തരേണ്ട കാര്യം എന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങി. ആളുകൾ എനിക്ക് അധികമായിട്ട് പണം നൽകാത്തതും അതുകൊണ്ടായിരിക്കാം, കാരണം ഞാൻ അവർക്കൊന്നും കൊടുക്കുന്നില്ലല്ലോ. അയാൾ ചിന്തിച്ചു തുടങ്ങി. ആ രാത്രി അയാൾ ചിന്തയിൽ ആഴത്തിൽ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് എന്ത് നൽകാൻ കഴിയും? ഞാൻ ഒരു യാചകനല്ലേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. എന്നിട്ടും ആ ബിസിനസ്സുകാരൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നൽകണം. അയാൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. 3-ാം ദിവസം അയാൾ സ്റ്റേഷനിലിരിക്കുമ്പോൾ ട്രാക്കുകൾക്ക് സമീപം വളരെ വിരിഞ്ഞു നിൽക്കുന്ന വളരെ കാട്ടുപൂക്കളുണ്ടായിരുന്നു. പക്ഷെ വളരെ ഭംഗിയുള്ള ആ പൂക്കളെ കണ്ടപ്പം അയാൾ ആ പൂക്കളുടെ തിളക്കം കണ്ടപ്പോഴത്തേക്കും ആ തിളക്കം അയാളുടെ കണ്ണിലേക്ക് പതിഞ്ഞു. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. ആളുകൾ എനിക്ക് പൈസ തരുമ്പോൾ ഞാൻ പകരം ഈ പൂ കൊടുത്താലോ? അയാൾ വേഗം അവിടുന്ന് എണീറ്റ് പോയിട്ട് ആ പൂക്കളെല്ലാം പറിച്ചെടുത്തു. ഞാൻ വെറുതെ ആൾക്കാരോട് യാചിക്കുന്നതിന് പകരം ആ ആളുകൾ എനിക്ക് ഭിക്ഷ തരുന്ന സമയത്ത് ഞാനൊരു പുഷ്പം കൊടുക്കാം. അങ്ങനെ നൽകിയാൽ നല്ലതായിരിക്കും. ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അയാൾ ദൃഢനിശ്ചയത്തോടെ അയാൾ നടന്ന് അങ്ങനെ ഈ പൂക്കളെല്ലാം പറിച്ചുകൊണ്ട് അയാളിങ്ങനെ പതിവ് സ്ഥലത്തേക്ക് അയാൾ പോയി. അപ്പോൾ അതിലേക്കൂടെ ഓരോ ഭിക്ഷയ്ക്ക് അയാൾക്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അയാൾ പുഞ്ചിരിയോടെ ഒരു പൂവെടുത്തിട്ട് അവർക്ക് കൊടുത്തു.
അപ്പോഴുണ്ട് അധികമായിട്ട് ആൾക്കാർ അവിടെ പൈസയും കൊടുത്തു, സന്തോഷത്തോടെ പൈസ കൊടുക്കുന്നു, സന്തോഷത്തോടെ പൂക്കൾ സ്വീകരിക്കുന്നു. ചിലർ പുഞ്ചിരിക്കുകയും താങ്ക് യു പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അയാൾക്ക് തോന്നി, അയ്യോ ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ പൂ കൊടുക്കുന്നതനുസരിച്ച് ആൾക്കാർ കൂടുതലായിട്ട് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവിശ്വസനീയമായ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചു കൊണ്ടേയിരുന്നു. അയാൾക്ക് ഒത്തിരി ക്യാഷ് കയ്യിൽ വന്നു തുടങ്ങി. പക്ഷേ അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. എപ്പോഴാണോ അയാളുടെ കയ്യിൽ പൂക്കൾ ഇല്ലാതാകുന്നത്, അതിനുശേഷം ഇല്ലെങ്കിൽ ആരും പൈസ കൊടുക്കുന്നില്ല. അയാളുടെ കയ്യിൽ പൂക്കളുണ്ടോ, ആളുകൾ ഉദാരമായിട്ട് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സത്യം അയാൾ മനസ്സിലാക്കി. ആളുകൾക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളതായിട്ട് അയാളും ചുമ്മാ മനസ്സിലാക്കി. ഒരു ദിവസം അയാളിങ്ങനെ പൂക്കൾ കൈമാറുന്നതിൻ്റെ ഇടയിൽ ഒരു ഭിക്ഷക്കാരൻ ഒരാളുടെ അടുത്ത് ഭിക്ഷ യാചിച്ച് ഇരിക്കുന്ന സമയത്ത്, പൂക്കളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ നോക്കുമ്പോൾ ട്രെയിനിൽ അന്നത്തെ ആ ബിസിനസ്സുകാരൻ, അയാൾ ആവേശത്തോടു കൂടി എണീറ്റ് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സർ, ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ഈ പൂക്കൾ നൽകാനുണ്ട്, പകരം എനിക്ക് നിങ്ങൾ ക്യാഷ് നൽകുമോ? അപ്പോൾ ആ ബിസിനസ്സുകാരൻ വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് പൈസ എടുത്ത് കൊടുക്കുകയും കുറച്ച് പൂക്കൾ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. ഇന്ന് നിങ്ങളൊരു യാചകനല്ല, നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അയാളുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സിലേക്ക് പുതിയൊരു ചിന്തയുണർത്തി. ഞാനിപ്പോൾ ശരിക്കും ഒരു ബിസിനസ്സുകാരനാണ് എന്ന് അയാൾ അങ്ങ് വിശ്വസിച്ചു തുടങ്ങി. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഇപ്പോൾ ഞാൻ പൂക്കൾ കൊടുക്കുന്നു, എനിക്ക് പണം കിട്ടുന്നു. യെസ്, അത് തന്നെയാണല്ലോ ഓരോ ഷോപ്പിലും ഓരോരുത്തരും ചെയ്യുന്നത്. അയാൾക്ക് എന്തോ മനസ്സിലായ പോലെ, വിജയത്തിൻ്റെ രഹസ്യം ഇതാണ്, എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നു, പകരം എനിക്ക് ക്യാഷ് കിട്ടുന്നു. ഞാൻ വെറും ഒരു യാചകനല്ല, ഞാനിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്. ആളുകൾ എനിക്ക് പണം തന്നുകൊണ്ടിരുന്നത് സഹതാപം കൊണ്ടല്ല, ഞാൻ കൊടുത്ത പൂക്കൾക്ക് പകരമായിട്ട് പണം നൽകുകയാണ്. അതിനർത്ഥം ഞാനൊരു ബിസിനസ്സുകാരനാണെന്നല്ലേ? അയാൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും അയാൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉള്ളിലങ്ങ് തോന്നി. അയാൾ ഒരു ധീരമായിട്ടുള്ള പ്രതിജ്ഞ എടുത്തു. അന്നേ ദിവസം അയാൾ ആ റെയിൽവേ സ്റ്റേഷൻ വിട്ട് അയാൾ പോയി. പിന്നീട് ഒരിക്കലും അയാൾ ഭിക്ഷക്കാരനായിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല. ഒരു 6-7 മാസത്തിന് ശേഷം അതേ റെയിൽവേ സ്റ്റേഷനിൽ നന്നായി ഡ്രസ്സൊക്കെ ധരിച്ച് സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് 2 വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അവർ പരസ്പരം കൈ കൊടുത്തു. അവർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറി. അവർ രണ്ടുപേരും കൈ കൊടുക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, എനിക്ക് നിങ്ങളെ അറിയാമോ? എനിക്ക് എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. മറ്റേയാൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതെ, നമ്മൾ മുമ്പ് 2 തവണ കണ്ടിട്ടുണ്ട്. ഒന്ന് ഈ സ്റ്റേഷനിൽ വെച്ച് തന്നെ നിങ്ങൾ എന്നോട് പൈസ ചോദിച്ചു. ഞാൻ തന്നെയാണ് അത്. പക്ഷെ ഇന്ന് ഞാനൊരു യാചകനല്ല, ഞാൻ വിജയകരമായ ഒരു പുഷ്പ ബിസിനസ്സുകാരനാണ്. അത് കൂടുതൽ വികസിപ്പിക്കാനായിട്ട് ഞാനിപ്പോൾ യാത്ര ചെയ്യുകയാണ്. ബിസിനസ്സുകാരൻ അത്ഭുതപ്പെട്ടു. അത് അവിശ്വസനീയമായിട്ട് അയാൾക്ക് തോന്നി. എന്താണോ മാറിയത്? പുഷ്പ വിൽപ്പനക്കാരൻ പുഞ്ചിരിച്ചു. ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യങ്ങളിലൊന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ദിവസം എനിക്ക് മനസ്സിലായി. ഞാൻ പൂക്കൾ മറ്റുള്ളവർക്ക് കൊടുത്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഞാനൊരു യാചകനല്ല, ഞാനൊരു ബിസിനസ്സുകാരനായി മാറുകയാണ് എന്നുള്ളത്. ഞാൻ പിന്നെ എന്നെ തന്നെ ഒരു ബിസിനസ്സുകാരനായിട്ട് കണ്ടു. പിന്നെ എൻ്റെ ബിസിനസ്സെല്ലാം ഞാൻ അങ്ങ് വളർത്തി. 2 പേരും വീണ്ടും കൈകുലുക്കി ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തപ്പം അവർ 2 പേരും തുല്യരായി മാറി. പിന്നെ അവരുടെ ഭാവിയിലേക്ക് പോകുന്ന ട്രെയിനുകളിലേക്ക് കയറി 2 പേരും 2 സ്ഥലങ്ങളിലേക്ക് പോയി. നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ ജീവിതം രൂപപ്പെടുന്നത്.
നിങ്ങൾ ചെറുതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെറുതായിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളുടെ ആന്തരിക കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മഹത്വവും വിജയവും സക്സസ്സും സമാധാനവും സമ്പത്തും എല്ലാം നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങളെ തന്നെ ശക്തനും കഴിവുള്ളവനുമാണ് എന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ വിജയിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ഭാവിയും മാറും. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവർ. മനസ്സിലാക്കുക മക്കളെ, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ലോകത്തിലെ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയും ജീവിതം അവരുടെ ചിന്ത മാറുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ മാറ്റിയാൽ നമ്മൾക്ക് സക്സസ്സിലേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആയിക്കൂടെ? ആകാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ എന്നും കൂലിപ്പണിക്ക് തന്നെയാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ മൈൻഡ് സെറ്റ് അവർ മാറ്റുന്നില്ല. അവരുടെ ചിന്തകളെ അവർ മാറ്റുന്നില്ല. അവരുടെ ചിന്തകളിൽ അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പോകും, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിച്ചാൽ അങ്ങനെയൊക്കെ പോകുള്ളൂ. ഇല്ല, എനിക്ക് എന്തെങ്കിലും ആയി തീരണം, ഇങ്ങനെയല്ല എൻ്റെ ജീവിതം, ഇതല്ല എൻ്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് ലക്ഷ്യങ്ങളിലേക്കും ചിന്തകളിലും അവരുടെ സ്വപ്നങ്ങളും മാറിയാൽ അവരും മാറും. പക്ഷേ ഒരു പണിക്കാർ പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ ആ ഒരു നേച്ചറിലേക്ക് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ പണിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നു, അതിനുശേഷം പിന്നെയും രാവിലെ പണിക്ക് പോകുന്നു. അതിനപ്പുറം അവരൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാ ദിവസവും കൂലിവേല എടുക്കാനാണ് എൻ്റെ വിധി എന്ന് പറഞ്ഞ് വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് നിങ്ങൾ വിധിയെ പഴിക്കുന്നത് നിർത്തി അവനവൻ്റെ മൈൻഡിനെ, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വിശ്വസിച്ച് ഓരോ ചിന്തയും പ്രവൃത്തിയും സംസാരവും എല്ലാം മാറ്റി നിങ്ങൾ പുതിയ ചിന്തകളിലേക്ക് കടന്നോ, നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിരിക്കും. നിങ്ങൾ പുതിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും കാണ്, എങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടും. അതിനുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുക. ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ വലിയ അബണ്ടൻസിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളുടെ സ്വന്തം കഴിവുകൾ കാണുന്നതിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇതാണ് ഈ സ്റ്റോറിയിലൂടെ നിങ്ങൾ പഠിക്കേണ്ട പാഠം. ഓക്കെ മക്കളെ.